ചങ്ങായിമാരെ നമസ്കാരമുണ്ട്. എല്ലാവർക്കും സുഖമല്ലേ? അങ്ങനെയാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 2 ഷോർട്ട് ഫിലിം നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. രണ്ടും സോംബി ഷോർട്ട് ഫിലിമാണ്. ഒന്നാമത്തെ ഷോർട്ട് ഫിലിമിൻ്റെ പേര് ഹോപ്പ് എന്നാണ്. രണ്ടാമത്തേത് ലെഫ്റ്റ് ഓവേഴ്സ്. ഈ 2 സിനിമകളുടെയും കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് കിടക്കാം. നമ്മൾ ആദ്യം കാണാൻ പോകുന്ന ഷോർട്ട് ഫിലിമിൻ്റെ പേര് ഹോപ്പ് എന്നാണ്. ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ഒരു സോംബി ആളൊന്നുമില്ലാത്ത ഒരു റോഡിലൂടെ നടന്നു പോവുകയാണ്. അപ്പോൾ അതിലൂടെ ഒരു കാർ വരുന്നു. അവരാവട്ടെ ഈ സോംബിയെ വളരെ വൃത്തികെട്ട രീതിയിൽ ചീത്ത പറയുകയും തെറി വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങളെന്തുവാടെ ഇങ്ങനെയൊക്കെ, നമ്മളെന്തെങ്കിലും ചെയ്തിട്ടാണോ എന്നുള്ള രീതിയിൽ ആ സോംബി അവരെ നോക്കി കൈ ഉയർത്തി കാണിച്ച് നിരാശയോടെ നോക്കുന്നു. അപ്പോൾ ആ സോംബി നിലത്ത് എന്തോ കിടക്കുന്നത് കണ്ടു. അതെടുത്ത് നോക്കുമ്പോൾ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോയാണ്. ആ സീൻ അവിടെ കട്ട് ചെയ്ത് സിനിമയുടെ ടൈറ്റിൽ കാണിച്ച് സിനിമ ആരംഭിക്കുന്നു. നമ്മുടെ സോംബി ഇപ്പോൾ സിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഒരാളുടെ വോയിസ് ഓവർ കേൾക്കാം. നാട്ടിൽ സോംബി വൈറസ് പരക്കാൻ തുടങ്ങിയപ്പോൾ ഗവൺമെന്റ് കുറെ റൂൾസുകൾ ഇട്ടു. എന്നാൽ അതിനുശേഷമാണ് അവർക്കൊരു കാര്യം ബോധ്യമായത്. ഈ സോംബി വൈറസ് അഫക്റ്റ് ആയവരാരും മറ്റുള്ളവരെ ഉപദ്രവിക്കുകയോ അത് മറ്റുള്ളവരിലേക്ക് പകർത്തുകയോ ചെയ്യുന്നില്ല. ഈ സീൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സോംബികൾ ആരെയും ഉപദ്രവിക്കുന്നില്ല എന്നുള്ളത്. അവിടെ കുട്ടികളൊക്കെ നന്നായിട്ട് വോളിബോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സോംബികൾ അതിനിടയിലൂടെ നടന്നു പോകുന്നു. നമ്മുടെ സോംബി ചേട്ടൻ കാട്ടിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവിടെ 2 സ്കൂൾ കുട്ടികളുണ്ട്. അവർ രണ്ടുപേരും ആ സോംബിയെ കണ്ടതും അതിനെ ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ചെക്കനൊരു വടിയും അവളാവട്ടെ കുറച്ച് മണ്ണും വാരിയെടുക്കുന്നു. അവിടെ നിന്ന് തടികേടാവുന്നുള്ളതുകൊണ്ട് സോംബി മെല്ലെ വഴിമാറി മറ്റൊരു വഴിയിലൂടെ പോകുന്നു. പക്ഷേ ആ പിള്ളേര് നമ്മുടെ സോംബിയെ വെറുതെ വിട്ടില്ല. അവർ പിന്നാലെ വന്ന് അതിന്റെ മുഖത്തേക്ക് ചളിവാരി എറിയുകയും നെഞ്ചിൽ തന്നെ കമ്പ് കുത്തിയിറക്കുകയും ചെയ്തു. അയ്യോ എന്ന് നിലവിളിച്ചിട്ട് ഹീറോ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നു. കുറച്ചു ദൂരം ഓടിയപ്പോഴേക്കും 2 പേര് ചേർന്ന് ഒരു സോംബിയെ കെട്ടിയിട്ട് അടിക്കുന്നത് നമ്മുടെ സോംബി ചേട്ടൻ കാണുന്നു. അവിടെ നിന്നും പേടിച്ച് അയ്യോ എന്ന് നിലവിളിച്ചുകൊണ്ട് അവൻ ഓടുന്നു. അതിനുശേഷം ഒരു ലേഡിയെ കാണിക്കുന്നു. എങ്ങനെ പാചകം ചെയ്യാന്നുള്ള ബുക്കൊക്കെ നമ്മൾ വായിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഈ പുള്ളിക്കാരി വായിക്കുന്നത് എന്താണെന്നറിയോ? എങ്ങനെ സോംബികളെ കൊല്ലാം. നമ്മുടെ ഹീറോ സോംബി ആവട്ടെ കയ്യിലുണ്ടായിരുന്ന ഒരു ഫോട്ടോ ഉണ്ടല്ലോ ഒരു പെണ്ണിന്റെ, അതെടുത്തിട്ട് ഈ പെണ്ണാണോ അത് എന്ന് നോക്കുന്നു. ആ സമയത്ത് ഒരുത്തം വന്നിട്ട് നമ്മുടെ ഹീറോയെ അടിച്ചിട്ടിട്ട് അവന്റെ കാലിലുള്ള ഷൂസ് ഊരിക്കൊണ്ടുപോകുന്നു. ഒരു സോംബിയുടെ കയ്യിൽ നിന്ന് പോലും സാധനങ്ങൾ അടിച്ചു മാറ്റുന്ന ദാരിദ്ര്യവാസി ഇവനേതട എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സോംബി നോക്കി നിൽക്കുന്നു. അങ്ങനെ ഷൂസ് ഇല്ലാതെ നമ്മുടെ നായകൻ സോംബി അവിടെ നിന്ന് നടക്കാൻ തുടങ്ങുന്നു. അപ്പോൾ നേരത്തെ അവനെ ഉപദ്രവിച്ച ആ 2 പിള്ളേരുണ്ടല്ലോ, അവര് അവിടെയും വന്നിരിക്കുന്നു. അവരെ കണ്ടത് നമ്മുടെ സോംബി ഹീറോ അവിടെ നിന്ന് വേഗത്തിൽ നടന്നു പോകാൻ തുടങ്ങി. ആ കൂശ്മാണ്ടങ്ങളാവട്ടെ സൈക്കിളും എടുത്ത് സോംബിയുടെ പിന്നാലെ തന്നെ വെച്ചു പിടിക്കുന്നു. സോംബി ചേട്ടൻ ഓടി ഓടി അടുത്തുള്ള ഒരു ശ്മശാനത്തിലേക്ക് പോകുന്നു. അപ്പോൾ പിള്ളേർ പറയും കറക്റ്റായിട്ടുള്ള സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നതെന്നും പറഞ്ഞിട്ട് സോംബി ചേട്ടനെ ഒരു കമ്പെടുത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു കുഴിയിലേക്ക് തള്ളിയിടുന്നു. എന്നിട്ട് ജീവനോടെ അവന്റെ മുകളിലേക്ക് മണ്ണിട്ട് ആ കുഴി മൂടുന്നു. ആ സീൻ കട്ട് ചെയ്ത് അടുത്ത ദിവസം രാവിലെയാണ് കാണിക്കുന്നത്. നമ്മുടെ ഹീറോ ഇപ്പോഴും ജീവനോടെ ഉണ്ട്. അവൻ ആ മണ്ണിന് മുകളിലൂടെ കൈ മുകളിലേക്ക് ഇടുന്നു. പക്ഷെ അവൻ അതിന് മുകളിലേക്ക് വരാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. മണ്ണ് അത്രയും കട്ടിയിലുണ്ടല്ലോ. അപ്പോൾ അത് തള്ളി മാറ്റാൻ അവന് സാധിച്ചില്ല. അപ്പോൾ ഒരു സോംബി ചേച്ചി അങ്ങോട്ടേക്ക് വന്നിട്ട് അവന്റെ കൈ പിടിച്ച് അവനെ മുകളിലേക്ക് വലിച്ചു കയറ്റുന്നു. സോംബി ചേട്ടൻ അവളെ കണ്ടപ്പോൾ തന്നെ അവളോട് പ്രണയമാവുന്നു. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. ആ ഫോട്ടോയിൽ അവൻ നേരത്തെ കണ്ട പെണ്ണില്ലേ, അത് ഇവള് തന്നെയായിരുന്നു. നീ എനിക്കിനാവോ പൂവോ നിലാവോ. 2 പേരും തമ്മിൽ ഡ്യുവറ്റൊക്കെ പാടാൻ തുടങ്ങി. സ്വപ്നത്തിലാണെന്ന് മാത്രം. സോംബി ബ്രോയും കാമുകി സോംബിയും ഒരു പാർക്കിലിരുന്ന് പരസ്പരം പ്രണയം കൈമാറുകയാണ്. നമ്മുടെ സോംബി ബ്രോ അവൾക്ക് മുത്തം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ചുണ്ട് അവളുടെ ചുണ്ടിനോടടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. ആ തലതെറിച്ച സ്കൂൾ പിള്ളേരായിരുന്നു അവളെ വെടിവെച്ചിട്ടത്. കാമുകി സോംബി തന്റെ കൺമുന്നിൽ മരിച്ചു വീണത് കണ്ട് നമ്മുടെ സോംബി ബ്രോയ്ക്ക് ദേഷ്യമടക്കാനായില്ല. അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആ കൂശ്മാണ്ടങ്ങൾ അവനെ ദേഷ്യത്തോടെയും അറപ്പോടെയും നോക്കി നിൽക്കുന്നതാണ് അവൻ കാണുന്നത്. അവന്റെ ദേഷ്യം ഇരട്ടിക്കാൻ തുടങ്ങി. ജനങ്ങൾ സോംബിയായ തന്നോടൊക്കെ ഏത് രീതിയിലാണ് പെരുമാറുന്നതെന്ന് അവൻ ഓർത്തു. അവരുടേതല്ലാത്ത തെറ്റിന് അവരെന്തൊക്കെയാണ് തങ്ങളെ ചെയ്തത്, എത്ര വൃത്തികെട്ട രീതിയിലാണ് തങ്ങളോട് പെരുമാറുന്നത് എന്നൊക്കെ ഓർത്ത് അവന്റെ ദേഷ്യം തിളച്ചു പൊങ്ങാൻ തുടങ്ങി. സിരകളിലൂടെ രക്തം കണ്ണുകളിൽ ഇരച്ചു കയറി. അതോടെ അവൻ ഒരു രക്തദാഹിയായ സോംബിയായി മാറി. അവന്റെ ഭാവമാറ്റം കണ്ട് പേടിച്ച കുട്ടികൾ അവിടെ നിന്ന് പേടിച്ച് പിന്നോട്ടേക്ക് അടിവെച്ച് നടക്കുന്നു. സോംബി ബ്രോ അവരുടെ മുന്നിൽ പോയി നിന്നു. എന്നിട്ട് അവരെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുകയാണ്. അവരും പേടിച്ച് സോംബിയെ തന്നെ നോക്കി നിൽക്കുന്നു. സോംബി ആ 2 കുട്ടികളെ ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പെണ്ണാവട്ടെ തോക്കെടുത്ത് അവനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഒരു ബുള്ളറ്റ് പോലും നമ്മുടെ നായകനിട്ട് കൊള്ളുന്നില്ല. അപ്പോൾ ആ പയ്യൻ തോക്ക് വാങ്ങിയിട്ട് നമ്മുടെ ഹീറോയെ വെട്ടിവെക്കുന്നു. അത് ഹീറോയ്ക്ക് കൃത്യമായിട്ട് കൊള്ളുകയും ചെയ്യുന്നു. അതോടെ നമ്മുടെ സോംബി ബ്രോ അലറിക്കൊണ്ട് ആ കുട്ടികളുടെ നേരെ ചീറിയെടുത്തു അവരെ കടിച്ച് കുതറി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേസമയം അതുവഴി മറ്റൊരു സോംബി പോകുന്നുണ്ടായിരുന്നു. അവൻ ഈ കാഴ്ച കാണുന്നു. ഓഹോ, സോംബിയാണെങ്കിൽ ഇങ്ങനെയാണല്ലേ ചെയ്യേണ്ടത്, ഇതറിയാതെ ഇത്രയും കാലം ഞാൻ വെറുതെ നടന്നല്ലോ എന്ന് പറഞ്ഞിട്ട് അതുവഴി ജോഗിങ് ചെയ്തുകൊണ്ടിരുന്ന ഒരുത്തനെ പിടിച്ച് കടിച്ച് പറിക്കാൻ തുടങ്ങി. മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന എല്ലാ സോംബികളും ഇത് കണ്ട് പഠിച്ച് ആ കുട്ടികളെ അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെ ഒരുത്തരിൽ നിന്നും മറ്റൊരുത്തരിലേക്ക് ആ സോംബി വൈറസ് പകരാൻ തുടങ്ങി. അതോടൊപ്പം
ഹീറോയുടെ ഒരു വോയിസ് ഓവർ വരുന്നു. ഇതിനുശേഷം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്കറിയാം. ഇനി മുതൽ ഈ ലോകം ഭരിക്കാൻ പോകുന്നത് ഞങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് സിനിമ അവസാനിക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്ന ഷോർട്ട് ഫിലിമിന്റെ പേര് ലെഫ്റ്റ് ഓവേഴ്സ് എന്നാണ്. സിനിമയുടെ തുടക്കത്തിൽ ആ സിനിമയിലെ നായികയെ കാണിക്കുന്നു. അവൾ പുറത്തേക്ക് ഇറങ്ങി വന്ന് താൻ വളർത്തുന്ന കോഴികൾക്കൊക്കെ ഫുഡ് കൊടുത്ത് അവിടെ നിന്ന് തന്റെ പറമ്പിലേക്ക് പോയിട്ട് അവിടെ പണിയൊക്കെ എടുത്ത് അവിടെ ഉണ്ടായിരുന്ന ക്യാരറ്റൊക്കെ പറിച്ച് വീട്ടിലേക്ക് വന്ന് അത് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പുറത്തുനിന്നും എന്തോ ശബ്ദം കേൾക്കുന്നു. അവൾ ജനലിനടുത്തേക്ക് ചെന്ന് അത് എന്താണെന്ന് നോക്കുന്നു. പക്ഷെ പുറത്തൊന്നും ആരെയും കണ്ടില്ല. ശേഷം അവൾ ഭക്ഷണമുണ്ടാക്കി അത് പാക്ക് ചെയ്ത് ബാഗിൽ വെച്ച് അവിടെ നിന്നൊരു ഗണ്ണും എടുത്തിട്ട് പുറപ്പെടുന്നു. എവിടേക്കോ ദൂരേക്ക് പോവുകയാണെന്ന് കരുതിയ തെറ്റി വീട്ടിൽ നിന്ന് നേരെ പുറത്തേക്കിറങ്ങി മുകളിലേക്ക് കയറുന്നതിന് വേണ്ടിയിട്ട് ഒരു ഏണി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് മുകളിലൂടെ കയറി വീടിന്റെ മേൽക്കൂരയിലേക്ക് പോകുന്നു. മുകളിലെത്തി അവൾ ബൈനോക്കുലർ വെച്ചിട്ട് വീടിന് ചുറ്റും നിരീക്ഷിക്കുന്നു. ആരും വരുന്നില്ല എന്ന് ഉറപ്പാക്കിയതിനു ശേഷം അവിടെ തന്നെ കിടന്ന് ഭക്ഷണവും കഴിച്ച് ഒരു ബുക്കും വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടെ അവൾ ചുറ്റുപാടുകൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പെട്ടെന്ന് അവൾ വളർത്തുന്ന കോഴികളെല്ലാം അലയ്ക്കുന്ന ശബ്ദം അവൾ കേൾക്കുന്നു. ഉടനെ തന്നെ അവൾ ബൈനോക്കുലർ എടുത്തു വെച്ച് എന്താണെന്ന് നോക്കുന്നു. അപ്പോൾ 3 സോംബികൾ അവളുടെ വീടിനടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവൾ അവളുടെ തോക്കെടുത്ത് ആ സോംബികളെ എയിം ചെയ്ത് ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. ആ സീൻ അവിടെ കട്ട് ചെയ്യുന്നു. വീണ്ടും നമ്മുടെ നായിക ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാകം ചെയ്തതിന് ശേഷം ദൈവത്തോട് പ്രാർത്ഥിച്ച് ഭക്ഷണം കഴിക്കുന്നു. അങ്ങനെ ആ സീനും അവിടെ കട്ട് ചെയ്യുന്നു. തുടർന്ന് അടുത്ത ദിവസം രാവിലെ നായിക എന്നത്തെയും പോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് തൻ്റെ കോഴികൾക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കുന്നു. അതിനുശേഷം വീണ്ടും ഭക്ഷണം പാകം ചെയ്ത് അവൾ ആ ഭക്ഷണവും പാക്ക് ചെയ്ത് വീടിന്റെ മുകളിലേക്ക് പോകുന്നു. അവിടെ ബുക്കും വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പെൺകുട്ടി അലറുന്ന ശബ്ദം കേൾക്കുന്നത്. പെട്ടെന്ന് തന്നെ അവൾ ബൈനോക്കുലർ വെച്ച് എന്താണെന്ന് നോക്കുമ്പോൾ 3 പേര് അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. അവരുടെ പിന്നാലെ സോംബികളും. അവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നായിക തോക്കെടുത്ത് സോംബികളെ എയിം ചെയ്യാൻ തുടങ്ങി. ഒരച്ഛനും 2 മക്കളുമാണ് ആ ഓടി വരുന്നത്. അതിൽ മകൻ താഴേക്ക് വീഴുന്നു. ആ പെൺകുട്ടിയാവട്ടെ ഒരു സോംബിയുടെ പിടിയിലാവുകയും ചെയ്യുന്നു. മകനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ആ അച്ഛൻ കയ്യിലുണ്ടായിരുന്ന ഒരു മഴുവെടുത്ത് സോംബിയെ ആക്രമിക്കാൻ പോകുമ്പോൾ നമ്മുടെ നായിക ആ സോംബിയെ കൃത്യമായിട്ട് ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. ആ പെണ്ണിനെയും സോംബി കടിക്കാൻ നോക്കുന്ന സമയത്ത് നായിക ആ സോംബിയെയും കൃത്യമായിട്ട് വെടിവെച്ച് കൊല്ലുന്നു. അങ്ങനെ അവളെയും രക്ഷിക്കുന്നു. അടുത്ത സീനിൽ എല്ലാവരും ഡൈനിങ് ടേബിളിൽ ഇരിക്കുകയാണ്. നായിക അവർക്ക് വേണ്ട ഭക്ഷണങ്ങളൊക്കെ പാകം ചെയ്ത് അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുന്നു. നമ്മുടെ നായിക ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുമല്ലോ, അവള് അത് തന്നെ ആവർത്തിക്കുന്നു. ആ സമയത്ത് മറ്റുള്ളവരും അത് കണ്ട് അവരും പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് ശേഷം ഭക്ഷണം കഴിക്കാമെന്ന് നായിക പറയുന്നു. ഉടനെ തന്നെ അവർ 3 പേരും വാരി വലിച്ച് കഴിക്കാൻ തുടങ്ങി. ആർത്തി പിടിച്ചതുപോലെ അവർ കുറെ ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് എന്ന് തോന്നുന്നു. അങ്ങനെ അവരെല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പയ്യൻ നമ്മുടെ നായികയോട് ഭക്ഷണം നൽകിയതിന് നന്ദി പറയുന്നു. അടുത്ത സീനിൽ നമ്മുടെ നായിക കിച്ചണിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കുട്ടികളുടെ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നു. എന്നിട്ട് അദ്ദേഹവും തങ്ങളെ രക്ഷിച്ചതിന് നായികയ്ക്ക് നന്ദി പറയുന്നു. അപ്പോഴാണ് നായിക ഫ്രിഡ്ജിൽ ഒരുപാട് തരത്തിലുള്ള ഭക്ഷണങ്ങൾ പാകം ചെയ്ത് വെച്ചിരിക്കുന്നത് അദ്ദേഹവും ശ്രദ്ധിക്കുന്നത്. അത് കണ്ടപ്പോൾ അയാൾ നായികയോട് ചോദിക്കും, അല്ല നിങ്ങൾക്ക് സ്വന്തക്കാരാരുമില്ലേ, നിങ്ങൾ ഒറ്റയ്ക്കാണോ ഇവിടെ താമസമെന്ന്. എനിക്കും ഒരു ഭർത്താവും കുഞ്ഞുമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അവരും സോംബിയായിട്ട് മാറി. അപ്പോൾ വേറെ രക്ഷയില്ലാതെ എൻ്റെ കൈകൊണ്ട് തന്നെ അവരെ കൊല്ലേണ്ടി വന്നു എന്ന് നായിക കരഞ്ഞുകൊണ്ട് പറയുന്നു. അത് കണ്ടപ്പോൾ ആ കുട്ടികളുടെ അച്ഛൻ നായികയെ സമാധാനപ്പെടുത്തുന്നു. ആ സീൻ അവിടെ കട്ട് ചെയ്യുന്നു. അടുത്ത ഷോട്ടിൽ നായിക 2 പ്ലേറ്റുകളിൽ ഭക്ഷണം പാകം ചെയ്ത് അതും എടുത്ത് ആ വീടിന്റെ ബേസ്മെന്റിലേക്ക് പോകുന്നു. അതിനുള്ളിൽ ഒരു സോംബി ഇരിപ്പുണ്ട്. നായിക കൊണ്ടുവന്ന ഭക്ഷണം ആ സോംബിക്ക് വെച്ച് നീട്ടുന്നു. പക്ഷേ അത് കഴിക്കാതെ തട്ടിക്കളയുകയാണ് ചെയ്തത്. ആ സോംബിയെ നായിക കെട്ടിയിട്ടിട്ടാണുള്ളത്. അത് വേറെ ആരുമായിരുന്നില്ല, നായികയുടെ ഭർത്താവ് തന്നെയാണ്. ഉടനെ നായിക ആ സോംബിയോട് പറയും, ഓ ഈ ഫുഡ് നിനക്ക് വേണ്ടേ, ഞാൻ ഇന്നലെ സോംബികളെ വേട്ടയാടി കൊണ്ടുവന്നിരുന്നില്ലേ, അത് തന്നെ ഇപ്പോൾ തൽക്കാലത്തേക്ക് കഴിക്ക്. രാത്രി അത്താഴത്തിന് ഞാൻ പുതിയ 3 പേരെ കൊണ്ടുവന്നിട്ടുണ്ട്, അത് കഴിക്കാം എന്ന് പറയുന്നു. അതിനുശേഷം നിനക്കും കൂടി ചേർത്തിട്ടാണ് കേട്ടോടാ ചക്കര എന്ന് പറഞ്ഞുകൊണ്ട് നായിക അവിടെ കെട്ടിയിട്ടിരിക്കുന്ന സോംബിയായി മാറിയ തന്റെ മകനോടും പറയുന്നു. അടുത്ത സീനിൽ നായിക എന്തോ പ്രിപ്പയർ ചെയ്ത് ഒരു പെട്ടിയിലേക്ക് അടച്ചു വെച്ച് അതും ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. ആ ഫ്രിഡ്ജിനുള്ളിൽ 3 മനുഷ്യ തലകൾ കാണാം. ആ വീട്ടിലേക്ക് ഓടിക്കയറിയ 3 പേരുടെ തലകൾ. സോംബിയായി മാറിയ തന്റെ ഭർത്താവിനും കുഞ്ഞിനും കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അവരെയാണ് ഹ്യൂമൻ തന്തൂരിയായിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ഒരു സീനോട് കൂടി സിനിമ അവസാനിക്കുന്നു. ചങ്ങായിവരെ, അപ്പോൾ 2 കഥകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള മറ്റ് സിനിമകളുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ